സ്വാഗതം സായന്ന ടാരക്കാട് വായനയ്ക്ക് ഹാർദമായി സ്വാഗതം. ഉറങ്ങുന്നതിന് മുമ്പ് രണ്ട് ഏഞ്ചൽ സന്ദേശങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അത് ജീവിതത്തിൻ്റെ രണ്ട് മേഖലയെ ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ടാരോ കാർഡുകളാണ്. ഇതിൽ നിന്ന് ഞാൻ രണ്ട് കാർഡുകൾ എടുക്കും. ഇത് രണ്ട് സിറ്റുവേഷൻസ് ആണ്. എന്നിട്ട് നമ്മൾ ഏഞ്ചൽ ആൻസേഴ്സ് എന്ന് പറയുന്ന കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ള ഗൈഡൻസ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർഡിന് ഒരു ഗൈഡൻസ്, ഈ കാർഡിനൊരു ഗൈഡൻസ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ഉറങ്ങുന്നതിന് മുമ്പ് ആദ്യത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ദ ഡെവിൾ എന്ന് പറയുന്ന ഒരു കാർഡാണ്. ഈ കാർഡ് വരുമ്പോൾ പൊതുവേ നമ്മൾ ജീവിതത്തിൽ വളരെ ദുർഘടമായിട്ടൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു സമയമായിരിക്കാം. നമ്മൾ മറ്റുള്ളവർക്ക് അടിമ പോലെ പ്രവർത്തിക്കേണ്ടി വരിക, അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ, വളരെയധികം നെഗറ്റീവ് എനർജിയുടെ ഒരു കാർഡാണ് ഡെവിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചോയ്സ് എടുക്കാൻ പറ്റില്ല, നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ നമ്മളെ പറ്റിക്കുന്നു, അതായത് സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മളെ ചതിക്കുന്നു എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഡെവിൾ എന്ന് പറയുന്ന കാർഡ്. ഇത് ഏതൊരു മനുഷ്യനും ഓവർകം ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇതൊരു ആത്മീയ പാഠമാണ്. ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിലാണ് താങ്കൾ നിൽക്കുന്നതെങ്കിൽ താങ്കൾക്കുള്ള ഏഞ്ചൽ സന്ദേശം എന്താണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്ന് പറയുന്നൊരു കാർഡാണ്. അതായത് ഇതിൽ നിന്ന് താങ്കൾ കെട്ടുപൊട്ടിക്കുമെന്നും താങ്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉടനെ തന്നെ വരും എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണം കൊണ്ട് തളർന്നിരിക്കുകയാണ്, രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളത് ഇത് രക്ഷപ്പെടാറായി. പൊതുവേ നമ്മൾ ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഈ ജ്യോതിഷത്തിൽ നമ്മളൊരു കണ്ടകശനി എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയാണ് ഡെവിൾ എന്ന് പറയുന്ന കാർഡ്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റത്തിന് സമയമായിട്ടുള്ളതാണ് ആദ്യം വരുന്നൊരു പോസിറ്റീവായിട്ടുള്ള സന്ദേശം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ നമുക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ അത് 2 ഓഫ് സോർട്സ് എന്ന് പറയുന്നൊരു കാർഡാണ്. സമാനമായിട്ടൊരു കാർഡാണ്, പക്ഷേ കുറച്ച് ലെസ് നെഗറ്റീവ് എനർജിയാണ്. ഇത് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ തീരുമാനമെടുക്കാൻ നമ്മുടെ കണ്ണ് കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെ രണ്ട് സൈഡിൽ നിന്നും കുത്തിപ്പറിക്കുന്ന രണ്ട് പക്ഷികളെയാണ് കാണുന്നത്. അപ്പോൾ പൊതുവേ ഈ ഒരു കാർഡ് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നമ്മളിങ്ങനെ സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ, അതായത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, അത് ചെയ്യണം ഇത് ചെയ്യണം നിൽക്കുകയാണെങ്കിൽ എന്ത് ഗൈഡൻസാണ് ഏഞ്ചൽസ് ഇന്ന് രാത്രി തരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നൊരു കാർഡാണ്. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീരുമാനമെടുക്കുന്നതിൻ്റെ പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡിൽ നമ്മളിന്ന് ഓർക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. അതിനുള്ള സമയമായിട്ടുണ്ട്, ഇനി നീട്ടിക്കൊണ്ട് പോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കുറച്ച് കാലമായിട്ട് നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, രണ്ട് വഴിയിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ മുന്നോട്ട് പോവുക. ആ വഴിയിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടും. അല്ലാതെ ഇങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സിറ്റുവേഷനും ഈ രണ്ട് സന്ദേശങ്ങളുമാണ് ഇന്ന് ഏഞ്ചൽസ് താങ്കൾക്ക് നൽകുന്നത്. താങ്കൾക്ക് റീഡിംഗ് റെസണേറ്റ് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.